ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ബിനീഷ്. എൻ്റെ യൂട്യൂബ് ചാനലാണ് മല്ലു വൈബ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിഷു ആണ്. ഹാപ്പി വിഷു ഓൾ. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. നമ്മളിതിൻ്റെ വാഷിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ചെയ്ത ഷർട്ട് വാഷ് ചെയ്തതിൻ്റെ. ഇപ്പോൾ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ലൈം ഇടുന്നതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇനിയിപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ഫുൾ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് വാഷിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം വാഷിങ് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ അതിന് ശേഷമുള്ള കാണുന്ന ഫ്ലോറാണിപ്പം. ഫീഡർ ലൈൻ്റെയും ഡ്രിങ്കർ ലൈൻ്റെ ഹൈറ്റ് കുറേ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കുറച്ചുകൂടെ പൊക്കി വെച്ച് ഇനി നമ്മൾ ലൈം ഇടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. വേണ്ടേ മൊത്തം ഇപ്പോൾ ഈ ഷെഡിൽ എന്ന് വെച്ചാൽ 120 മീറ്റർ ഉണ്ട്. ഈ 120 മീറ്ററിൽ ഇടുന്നത് 10 ബാഗായിരിക്കും ഇടുന്നത്. അപ്പം 10 ബാഗ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഈ ഷെഡിൽ നമ്മൾ ലൈമും പിന്നെ ഫോമലിൻ്റെത് ഈ ലൈമിനോടെ നമ്മൾ മിക്സ് ചെയ്താണ്, ഫോമലിനോടെ ചേർത്താണ് നമ്മൾ ഈ ഫ്ലോറിലോട്ട് വെള്ളവും ലൈമും ഫോമലിനോടെ മിക്സ് ചെയ്തിട്ട് ഫ്ലോറിലോട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഫോമലിൻ നമ്മൾ ഇപ്പം ആ ഷെഡ് 120 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഷെഡായതുകൊണ്ട് നമ്മൾ 7 ലിറ്റർ ഫോമലിനാണ് യൂസ് ചെയ്യുന്നത്. 7 ലിറ്റർ ലൈമുമായിട്ട് മിക്സ് ചെയ്യാൻ. ഇതാ കണ്ട, ഈ ഡ്രമ്മിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. ഡ്രമ്മിനകത്ത് ഇപ്പം ഈ 2 ബാഗ് വെച്ചിടും. ഇപ്പോൾ ഈ ഒരു ഡ്രമ്മിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ട് ഈ 2 ബാഗ് വെച്ച് മിക്സ് ചെയ്തിട്ട് ഏകദേശം 1.5 ലിറ്റർ ഒരു ഡ്രമ്മിൽ നമ്മൾ നിറയ്ക്കും. എന്നിട്ട് ഒരു പോർഷൻ മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ അടുത്ത പോർഷൻ വരുമ്പോൾ വീണ്ടും ഇതേപോട്ട് 2 ബാഗ് വെച്ച് ഫോമലിന് മിക്സ് ചെയ്യും. 1.5 ലിറ്റർ ഫോമലിനും 2 ബാഗ് ലൈമും കൂടെ ചേർത്ത് വെള്ളം ഫുള്ള് നിറച്ചിട്ട് ഇത് മിക്സാക്കി നല്ലതുപോലെ ഷേക്ക് ചെയ്യും. ആ സ്പെഡ്സ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഷേക്ക് ചെയ്തിട്ട് ഓരോ ബക്കറ്റിലും ഓരോരുത്തരും എടുത്തുകൊണ്ട് പോയി ഇത് അവിടെ സ്പ്രെഡ് ചെയ്യും ഫ്ലോറിൽ. അങ്ങനെ ചെയ്യുന്നത് 4 സ്റ്റാഫുകളാണ് മൊത്തത്തിൽ. ഇപ്പോൾ ഒരാൾ ഇത് മൊത്തം ഒന്ന് ഷേക്ക് ചെയ്ത് ഇളക്കി സെറ്റാക്കാൻ വേണ്ടി ഫോമലിനും ലൈമും എല്ലാം കൂടെ സെറ്റാക്കാൻ, ബാക്കി 3 പേര് അത് ബക്കറ്റിൽ ഫില്ല് ചെയ്തിട്ട് അവിടെ കൊണ്ട് സ്പ്രെഡ് ചെയ്യും. ആ ഒരു ചെറിയ കപ്പ് കണ്ട് അത് വെച്ച് ഇങ്ങനെ ബക്കറ്റ് വെച്ചിട്ട് കൊണ്ടുപോയി സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തും ഫ്ലോർ കംപ്ലീറ്റ് കോർണറിൽ എല്ലായിടത്തും നല്ലതാണ്. നമ്മൾ ഈ ഡിസിൻഫെക്ഷൻ ഡിസിൻഫെക്ഷന് വേണ്ടി നല്ല ചെയ്യാൻ പറ്റിയ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും നശിപ്പിച്ച് കളയും എന്ന് ചെയ്യുന്നത്. ഇവിടെ എന്താ നിങ്ങൾക്ക് കാണാം, ഒരാളിവിടെ മിക്സ് ചെയ്യുന്നത്, ബാക്കി 3 പേര് ലൈമിട്ട് ഫ്ലോറിൽ സ്പ്രെഡ് ചെയ്യുന്നത് കാണാം. എന്താ സെറ്റാക്കി ഫോമലിനൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. നല്ല സ്മെല്ലുണ്ടാവും. ഫോമലിൻ്റെ നല്ല ഗ്യാസ് ഉണ്ടാവും, നല്ല സ്മെല്ലായിരിക്കും. ഉണ്ടോ കോർണറിൽ നല്ല രീതിയിൽ ചെയ്യും. കാരണം അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്കുന്നത്. അത് നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ കോർണറിൽ നല്ലപോലെ ചെയ്യും. കംപ്ലീറ്റ് ഫ്ലോർ ചെയ്യും. അപ്പം കോർണറിൽ ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തിട്ട് ഇത്ര 6-7 വർഷത്തോളമായി വർക്ക് ചെയ്തത് നമ്മുടെ കമ്പനിയിൽ. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല വീഡിയോ. ഇപ്പോഴാണ് യൂട്യൂബ് എനിക്കും ഉണ്ടായിരുന്നു. പണ്ട് എല്ലാവർക്കും ഉള്ള പോലെ യൂട്യൂബ് ഉണ്ട്. പക്ഷേ ചാനലിൽ വീഡിയോ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും പോയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്, പലതും പല രീതിയിലുള്ള കണ്ടൻറ്റും വെച്ച്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇടാന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ഇപ്പം ആക്റ്റീവായിട്ട് കറക്റ്റ് നോക്കുകയാണെങ്കിൽ 2 മാസം ആവുന്നേ ഉണ്ട്. 2 മാസം 1.5 മാസം കൊണ്ടാണ് കറക്റ്റ് ആക്റ്റീവായിട്ട്. നിങ്ങൾക്ക് കാണാം, ഞാൻ പഴയ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ വന്ന ബാച്ചിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുകൂട്ടുള്ള ഇപ്പോൾ ഈ കാണിക്കുന്ന കണക്ക് 1 by 1 ആയിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ ആദ്യം മുതൽ ഇതിപ്പം വാഷിംഗ് തൊട്ടേ ചെയ്യാമെന്നുള്ളത് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. ഇതിന് മുന്നേ ചെയ്ത വീഡിയോസും ആദ്യത്തെ സ്റ്റെപ്പ് വാഷിംഗ് ക്ലീനിങ് ചെയ്യാൻ ഒരു വീഡിയോസ് ഉണ്ട്. അത് ഞാൻ ഇട്ടേക്കാം. കാണാത്തൊരു കാരണം സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് ഒരാൾ ആ ബക്കറ്റ് തീർന്നതിന് ശേഷം പോയി അവിടുന്ന് വീണ്ടും പോയി എടുത്ത് തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഡ്രമ്മ് തീരുന്ന ഈ ഡ്രമ്മിൽ ഈ ഫോമലിനും ഈ ലൈമും തീർന്നതിന് ശേഷം ഈ ഡ്രം എടുത്തുകൊണ്ട് അങ്ങോട്ട്
കുറച്ചുകൂടെ ഇത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്കിലോട്ട് പോയിട്ട് ബാക്കിയുള്ള അടുത്ത ലൈൻ 2 ബാഗ് നിറച്ച് ഫോമിലും കൂടെ മിക്സ് ചെയ്ത് പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പം ഏകദേശം പകുതിയോളം എത്തിയിരിക്കുകയാണ് നമ്മൾ ലൈമിട്ടത്. അതിപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുവാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാൻ വേണ്ടി, അല്ലേ ബോറടിക്കും. ഓക്കെ, ഇതിപ്പം ഏകദേശം 3/4 ഭാഗമായിട്ടുണ്ട്. അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം തീരാറായി. ഇനി ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫ്രണ്ട്സ്, കംപ്ലീറ്റ് തീർന്നതാണ്. ഇത് പുറത്തെ വീഡിയോ ആണ് കാണുന്നത്. കംപ്ലീറ്റ് ഷെഡ് ഫുള്ള് ഇട്ടിട്ട് കഴിഞ്ഞിരിക്കുകയാണ്, സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളിത് വെയിറ്റ് ചെയ്യും. ഒരു ദിവസം കംപ്ലീറ്റ് വെയിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഷെഡെല്ലാം ക്ലോസ് ചെയ്ത് കംപ്ലീറ്റ് ഒരു ദിവസം ഫുള്ള് വെയിറ്റ് ചെയ്ത് പിന്നെ അടുത്ത ദിവസം അടുത്ത പരിപാടിയുണ്ട്. അത് ഞാൻ കാണിക്കാം, നിങ്ങളെ വീഡിയോ ചെയ്യാം. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം, അത് കാണാം. അടുത്ത ഈ ഡിസിൻഫെക്ഷൻ സ്പ്രേ ചെയ്യണി നമ്മൾ ഇപ്പോൾ ഈ ഇട്ട ഫോമിലും കൂടാതെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഡിസിൻഫെക്ഷനായ പല മെഡിസിനും ഉണ്ട് ഇവിടെ. അൾട്രാ ക്ലീൻ എന്ന് പറയും, പിന്നെ BB001 എന്ന് പറയും. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി സ്പ്രേ ചെയ്യും അകത്തുനിന്ന് കൂടെ നല്ലപോലെ. കംപ്ലീറ്റ് ഫീഡേഴ്സിലും ഡ്രിങ്കേഴ്സിലും എല്ലാം പാനൽസിലും എല്ലായിടത്തും സ്പ്രേ ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, എന്നാൽ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.